നമസ്കാരം. PSC ക്രമക്കേടുമായി ബന്ധപ്പെട്ട വാർത്തകളോട് ജനങ്ങൾ എന്തുകൊണ്ടോ കാര്യമായ താല്പര്യം കാണിക്കുന്നില്ല. പക്ഷേ സുപ്രധാനമായൊരു വാർത്തയാണിത്. മുഴുവൻ കേൾക്കാൻ ശ്രമിക്കണമെന്ന് വിനീതമായി ആദ്യം അഭ്യർത്ഥിക്കട്ടെ. ആകെ PSCയിൽ 21 അംഗങ്ങളിൽ ഇപ്പോൾ 5 ഒഴിവുണ്ട്. അതായത് 6 വർഷമാണ് PSCയിൽ ഒരു അംഗം തിരഞ്ഞെടുക്കപ്പെടുന്നത്. അവരെ പുറത്താക്കാനൊന്നും സാധ്യമല്ല. ഒരാൾ റിട്ടയർ ചെയ്യുമ്പോൾ പുതിയ ആളെ നിയമിക്കാം. 5 ഒഴിവുണ്ട്. 5 UDFകാർ ഇപ്പോൾ PSC അംഗങ്ങളാവേണ്ടതാണ്. അതാവില്ല. കാരണം ഈ 3.25 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന തൊഴിലിന് വേണ്ടി ഇടിയോടിടിയാണ്. അതുകൊണ്ട് ഈ 5 ഒഴിവ് നികത്താൻ പോലും കഴിയുന്നില്ല. 3.25 ലക്ഷം രൂപ ശമ്പളവും ആജീവനാന്തകാലം 2-2.25 ലക്ഷം രൂപ പെൻഷനും കിട്ടുന്ന ഈ തൊഴിലിൽ കയറുന്ന PSC അംഗങ്ങൾ എന്ന രാഷ്ട്രീയക്കാർ ചെയ്തു കൂട്ടുന്നത് ഈ നാടിൻ്റെ മെറിറ്റിനെ അട്ടിമറിക്കുകയാണ്. ഒരു ദിവസം പുറത്തേക്ക് വരുന്നത് PSC ഏതെല്ലാം തരത്തിൽ ഇവിടുത്തെ ഉദ്യോഗാർത്ഥികളെ കബളിപ്പിച്ചു എന്നതാണ്. PSC പരീക്ഷ നടത്തുന്നു. നമ്മുടെ പാവപ്പെട്ട കുട്ടികൾ കുത്തിയിരുന്ന് പഠിച്ച് പരിശീലന കോഴ്സിന് പോയി മെനക്കെട്ട് അവർ പരീക്ഷ എഴുതി ജയിക്കുമെന്ന് കാത്തിരിക്കുന്നു. ഭാഗ്യമുള്ള കുറച്ചു പേർക്ക് മാത്രം കിട്ടും. എല്ലായിടത്തും തിരികെ കയറ്റും വേണ്ടപ്പെട്ടവരെ. കഴിഞ്ഞ 10 വർഷം CPM നേതാക്കൾ PSC ഭരിച്ച് ഇവിടെ മെറിറ്റ് അട്ടിമറിച്ചതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. 2020 വരെ യൂണിവേഴ്സിറ്റി കോളേജായിരുന്നു ഈ അട്ടിമറിയുടെ പ്രഭവ കേന്ദ്രം. പ്രധാനപ്പെട്ട തസ്തികകളിൽ ഒക്കെ ടെസ്റ്റ് സെന്റർ അവിടെ ആകും. അവിടെ മറ്റാർക്കും പ്രവേശനമില്ല. അവിടെ SFAക്കാരും ഇടത് യൂണിയൻ അധ്യാപകരും ഈ പരീക്ഷ അട്ടിമറിക്കാൻ നീക്കം നടത്തും. എന്നാൽ 2020 പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയിൽ 1ഉം 2ഉം റാങ്ക് SFIയുടെ അവിടുത്തെ നേതാക്കൾ തന്നെ നേടിയെടുത്തതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതോടെ ഒരു കത്തിക്കുത്ത് കേസുമായി ബന്ധപ്പെട്ട് റെയ്ഡിൽ PSC ചോദ്യപേപ്പർ പിടിച്ചെടുത്തതോടെ അത് നടക്കാതായി. അതിനുശേഷം നടക്കുന്ന അട്ടിമറികൾ കേട്ടാൽ തല മരിച്ചു പോകും. PRDയിൽ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറയുന്ന ഒരു തസ്തികയുണ്ട്. അവരാണ് PRDയുടെ ഓഫീസർമാരായി വളർന്നു വരുന്ന എൻട്രി കേഡറാണ്. നല്ല ജോലിയാണ്. അവിടെ കയറിയാൽ ഈ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസറായി കയറിയാൽ നിങ്ങൾ PRD അഡീഷണൽ ഡയറക്ടർ വരെ വളരാം. ഈ തസ്തികയിൽ ജോലി കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം ഏതെങ്കിലും അംഗീകൃത മാധ്യമ സ്ഥാപനത്തിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയമാണ്. ട്രെയിനി ആയിട്ടോ കോൺട്രാക്ട് ആയിട്ടോ ഒന്നും കാര്യമില്ല. 2 വർഷം ഏതെങ്കിലും പത്രസ്ഥാപനത്തിൽ പണിയെടുക്കുന്നവർക്കാണ് കിട്ടേണ്ടത്. ഇത് പണ്ട് മുതലേ ഉള്ള യോഗ്യതയാണ്. പത്രക്കാർക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാർ ജോലിയാണിത്. എന്നാൽ ഈ പിണറായി വിജയന്റെ കാലത്ത് ചെയ്തത് എന്താണെന്ന് അറിയാമോ? PRDയിലേക്ക് CPMകാരെ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ എടുക്കുന്നു. എന്നിട്ട് ഇതിനെ പ്രവൃത്തി പരിചയമായി കണക്കാക്കി ഈ ജോലിക്ക് അപേക്ഷിക്കാൻ അർഹത നേടുന്നു. ഏറ്റവും എളുപ്പത്തിൽ CPMകാർക്ക് PRDയിൽ കയറിപ്പറ്റാൻ വേണ്ടി അവർ ഒപ്പിച്ചെടുത്തൊരു പണിയാണ്. ഇത്തരത്തിൽ എത്ര തട്ടിപ്പുകൾ. പ്ലാനിംഗ് ബോർഡിലെ 1.25 ലക്ഷം രൂപ അടിസ്ഥാന ശമ്പളമുള്ള ജോലിയിൽ 3 ചീഫ് തസ്തികയിലേക്ക് നടന്ന പരീക്ഷയിലെ അട്ടിമറിയാണ് ഇപ്പോൾ വാർത്തയിൽ നിറഞ്ഞത്. പരീക്ഷയിലെ 10 ചോദ്യങ്ങൾ, ഏതാണ്ട് പകുതിയോളം മാർക്കിന്റെ 10 ചോദ്യങ്ങൾ മൂല്യനിർണ്ണയം നടത്തിയില്ല. അത് ഒഴിവാക്കിയിട്ട് CPMകാരെ തിരികെ കയറ്റാൻ വേണ്ടി അട്ടിമറി നടത്തി. അതേക്കുറിച്ച് പരാതി ഉണ്ടായിട്ട് അന്വേഷിച്ചേയില്ല. ഇപ്പോൾ വാർത്തയായപ്പോൾ സംഭവിച്ചത് നോക്കൂ. PSC അംഗങ്ങൾ ചേർന്നിട്ട് PSC വിജിലൻസിന് അന്വേഷണം ഏൽപ്പിക്കുന്നു. PSC വിജിലൻസ് പറഞ്ഞൊരു SP-യുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. ആ SP-യുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം PSCയിലുണ്ട്. അവർ പോലീസുകാർ തന്നെയാണ്, അവർക്ക് അന്വേഷിക്കാം. അവരെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചെങ്കിലും ചെയർമാൻ ബൈജു അത് അട്ടിമറിച്ചിട്ട് പരീക്ഷ കൺട്രോളർ, അദ്ദേഹത്തിന് ഇന്റേണൽ വിജിലൻസിന് ചുമതലയുണ്ട്. അതായത് ജീവനക്കാരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അന്വേഷിക്കാൻ ചുമതല കൂടിയുണ്ട്. ഇന്റേണൽ വിജിലൻസ് ഓഫീസറാണ് എന്ന നിലയിൽ പരീക്ഷ കൺട്രോളെ ചുമതലപ്പെടുത്തുന്നു. എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കൂ. അട്ടിമറിക്കുന്ന ലക്ഷ്യം, അട്ടിമറിക്കാൻ എളുപ്പമാണ്. റിട്ടയർ ചെയ്ത ഇവർക്ക് വേണ്ടാത്ത ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ തലയിൽ കെട്ടിവെച്ചാൽ മതി. ഇത്തരത്തിൽ ഭയപ്പെടുത്തുന്ന അട്ടിമറിയുടെ വിശദാംശങ്ങൾ ഓരോന്നായി പുറത്തു വരുന്നു. ഇന്ന് മനോരമയിൽ VR പ്രതിഭ മറ്റൊരു വാർത്ത കൂടി ചെയ്തിട്ടുണ്ട്. KAS പരീക്ഷയിലും അട്ടിമറി നടന്നു എന്നത്. ഞാൻ അതേക്കുറിച്ച് വിശദമായി അന്വേഷിച്ചു. KAS പരീക്ഷ എന്ന് പറയുന്നത് ചില്ലറക്കളിയല്ല. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസാണ്. ഇന്ത്യ ഗവൺമെന്റ് IASകാരെ തെരഞ്ഞെടുക്കുന്നതിന് തുല്യമായി കേരള ഗവൺമെന്റ് ഉയർന്ന തസ്തികയിൽ നിയമിക്കാൻ വേണ്ടി എടുക്കുന്നതാണ് KAS. അതുവരെ ആ തസ്തികയുടെ പേര് ഡെപ്യൂട്ടി കളക്ടറായിരുന്നു. നേരിട്ട് ഡെപ്യൂട്ടി കളക്ടർ ആകാമായിരുന്നു. പക്ഷെ കുറെ കാലമായി ഡെപ്യൂട്ടി കളക്ടർ നിയമനമില്ല. കാരണം താഴെ നിന്ന് പ്രൊമോഷൻ കിട്ടി വരാൻ വേണ്ടി അത് ഉദ്യോഗസ്ഥരെ അട്ടിമറിച്ചു. പകരം കൊണ്ടുവന്നാണ് KAS. ഏറെ ആഘോഷത്തോടു കൂടി KAS കൊണ്ടുവന്നു. 2020 ഓർക്കണം. ഈ 2019-20 കാലഘട്ടത്തിൽ ഈ കോൺസ്റ്റബിൾ പരീക്ഷയിൽ അട്ടിമറി നടന്നതിന് തൊട്ട് പിന്നാലെയാണ് KAS പരീക്ഷ കൊണ്ടുവരുന്നത്. ഈ പരീക്ഷയിൽ വലിയ അട്ടിമറി നടന്നു എന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു. ആ അട്ടിമറിയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും, നമുക്ക് പകച്ചു പോകും. ഓർക്കണം, 8 വർഷം ഒരാൾ KAS സർവീസിൽ ഇരുന്നാൽ അയാൾക്ക് IAS കിട്ടും. അതാണ് അതിൻ്റെ ഒരു രീതി. 8 വർഷം KASൽ എവിടെയെങ്കിലും ഇരുന്നാൽ മതി. 105 പേരെയാണ് തെരഞ്ഞെടുത്തത്. അതിൽ ഒരാൾ IAS കിട്ടിപ്പോയി. ബാക്കി 104 പേരും ഇപ്പോൾ KASലുണ്ട്. ഈ 105 പേരെ തെരഞ്ഞെടുത്തത് 35 എന്ന നിലയിലാണ്. അതായത് 35 പേര് ഓപ്പൺ മെറിറ്റ്, 35 പേര് നോൺ ഗസറ്റ് ഓഫീസേഴ്സ്, 35 പേര് ഗസറ്റ് ഓഫീസേഴ്സ്. ഇവർക്ക് പരീക്ഷ എഴുതാം. എന്ന് വെച്ചാൽ 105-ൽ 35 പേര് മാത്രമാണ് ഓപ്പൺ മെറിറ്റ്. ബാക്കിയൊക്കെ
സർവീസിലുള്ളവർക്ക് സംവരണം ചെയ്തിരുന്നു. ഈ പരീക്ഷയിൽ വലിയ അട്ടിമറി നടന്നു. ഏതാണ്ട് 4.5 ലക്ഷം പേരാണ് പ്രാഥമികമായി ഇതിനെ അപേക്ഷിച്ചത്. ഈ 4 ലക്ഷം പേര് OMR പരീക്ഷ, നമുക്കറിയാം OMR പരീക്ഷ എന്ന് പറയുന്നത് കറപ്പിക്കുകയാണ്. നമുക്ക് ചോദ്യം വരും, ചോദ്യത്തിന് ഉത്തരം കറപ്പിക്കണം. കറപ്പിച്ച് കഴിഞ്ഞിട്ട് OMR മെഷീനിലൂടെ അത് വാല്യൂ ചെയ്യുന്നത്. ഏതാണ്ട് 4 ലക്ഷം പേരുണ്ടായിരുന്നു. എന്നിട്ട് ഇതിൽ തന്നെ 12,000 ഉത്തരക്കടലാസുകൾ OMR മെഷീൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് PSC അംഗങ്ങൾ കുത്തിയിരുന്ന് വാല്യൂ ചെയ്തു. അട്ടിമറിയുടെ തുടക്കം അവിടെയാണ്. അതായത് ഈ OMRൽ കിട്ടാതെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതുപോലെ വിവരമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കയറ്റുക എന്ന ലക്ഷ്യത്തിൽ ഈ 12,000 പേരുടെ മൂല്യനിർണ്ണയം PSC അംഗങ്ങൾ നടത്തുന്നു. അങ്ങനെ അവർക്ക് വേണ്ടപ്പെട്ട കുറെ ഉൾപ്പെടെ ഈ തട്ടിപ്പ് നടത്തുന്ന അങ്ങനെ ഒറ്റയ്ക്ക് നടത്തത്തില്ല. കുറെ പേര്, 2 പേരെ തട്ടിപ്പ് കയറ്റണമെങ്കിൽ 8 പേര് മെറിറ്റുള്ളവരെ കയറ്റും. അങ്ങനെ OMRൽ അട്ടിമറി നടത്തുന്നു. അതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യമുണ്ടാകുന്നു, ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ് വലിയ പരീക്ഷയുണ്ട്, IAS മോഡലിൽ എഴുത്തു പരീക്ഷയുണ്ട്. ഈ എഴുത്തു പരീക്ഷയുടെ മൂല്യനിർണ്ണയം നടത്തിയത് CPMന് വേണ്ടപ്പെട്ട CPM അധ്യാപക യൂണിയനുള്ള ആളുകളാണ് എന്ന ആരോപണമുണ്ടായി. ആരാണ് മൂല്യനിർണ്ണയം നടത്തിയെന്ന് പിന്നീട് പോലും പറഞ്ഞിട്ടില്ല. ഈ മൂല്യനിർണ്ണയം നടത്തിയത് ഇവർക്ക് അനുകൂലമായാണ്. അത് കഴിഞ്ഞ് അഭിമുഖം വന്നു. അഭിമുഖത്തിൽ 35 മാർക്ക് കൊടുത്തു. ഓർക്കുക, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത 35 മാർക്ക്. ഈ അഭിമുഖം നടത്തുന്ന ആരാണ്? ഇടതുപക്ഷത്തു നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഈ PSC അംഗങ്ങൾ. വലിയ അട്ടിമറി നടന്നിരിക്കുന്നു. അങ്ങനെ സർക്കാരിന് വേണ്ടപ്പെട്ട, CPMന് വേണ്ടപ്പെട്ട ആളുകളെ ഞാൻ അതിന്റെ മാർക്കിനെ കുറിച്ച് അന്വേഷിച്ച് നോക്കി. ഒരു 27-28 മാർക്കിൽ കൂടുതൽ ഈ സാധാരണക്കാർക്ക് കൊടുക്കില്ല. വേണ്ടപ്പെട്ടവർക്ക് 35 മാർക്ക് വരെ കൊടുത്തിട്ടുണ്ട് ഇന്റർവ്യൂ. അടിമുടി അട്ടിമറിയാണ്. ഇതേക്കുറിച്ച് അന്ന് 3 കോൺഗ്രസ് യൂണിയനിൽപ്പെട്ടവർ പരാതി ഉന്നയിച്ചതിന് പേരിൽ 3 പേർക്ക് ഇതിന് അച്ചടക്ക നടപടി എടുത്തു. ഒരാൾ റിട്ടയർ ചെയ്തിട്ടും പെൻഷൻ കൊടുത്തിട്ടില്ല. മറ്റുള്ളവരുടെ പ്രൊമോഷൻ തടഞ്ഞു വെച്ചു. അങ്ങനെ പ്രതികാര നടപടിയാണ് അന്ന് PSC ചെയ്തത്. ഈ വലിയ തോതിൽ അട്ടിമറിച്ചിരിക്കും. റിസൾട്ട് വന്നപ്പോൾ നമുക്കറിയാം, മെറിറ്റുള്ളവരുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നത്. 105 പേരിൽ ഒരു 10-20 പേരെങ്കിലും അട്ടിമറിയിലൂടെ CPM തിരികെ കയറ്റിയവരാണ്. ഇതുകൂടാതെ മറ്റൊരു തട്ടിപ്പ് കൂടി നടന്നു. അതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന തട്ടിപ്പ്. പരീക്ഷയെല്ലാം കഴിഞ്ഞു, ഇവർക്ക് വേണ്ടപ്പെട്ട ചിലർ കയറിയിട്ടില്ല. റീവാല്യുവേഷൻ ഓപ്ഷൻ കൊടുത്തു. ആരാണ് റീവാല്യുവേഷൻ ചെയ്യുന്നത്? ഈ CPMുമായി ബന്ധമുള്ള PSC അംഗങ്ങൾ, അല്ലെങ്കിൽ CPMന് അറിയാവുന്ന. അപ്പോൾ ഒരാളെ കയറ്റണമെങ്കിൽ റീവാല്യുവേഷനിലൂടെ അവരെ ജയിപ്പിക്കും. ഇത് കേരള യൂണിവേഴ്സിറ്റി അടക്കം CPMന് സ്വാധീനമുള്ളിടത്ത് നടക്കുന്ന ഒരു സാധാരണ തട്ടിപ്പാണ്. പരീക്ഷയിൽ CPM നേതാക്കൾ തോറ്റുപോയാൽ, SFI നേതാക്കൾ തോറ്റുപോയാൽ റീവാല്യുവേഷൻ കൊടുക്കും. റീവാല്യുവേഷന് കയറ്റിവിടും. ഈ റീവാല്യുവേഷൻ അഭ്യാസം ഇവിടെ നടന്നു. റീവാല്യുവേഷനിലൂടെ ഇതിൽ കയറിയ CPM നേതാക്കളുടെ പേര് വിവരം സഹിതം സർക്കാരിന് പരാതി പോയിട്ടുണ്ട്. CPMന്റെ നേതാവായി ഷിജു ഖാൻ, നമുക്കറിയാം പലതവണ വാർത്തകളിൽ നിറഞ്ഞു നിന്നിട്ടുള്ള CPM നേതാവാണ് ഷിജു ഖാൻ. ചാനൽ ചർച്ചകൾ വരെ ഷിജു ഖാന്റെ ഭാര്യ എങ്ങനെയാണ് KSൽ കയറിയത് എന്ന സംശയം അന്നേ ഉയർന്നിരുന്നു. ഷിജു ഖാന്റെ ഭാര്യയെ തിരികെ കയറ്റിയതാണ് എന്ന് വിശ്വസിക്കാൻ പറ്റിയ ന്യായമായ കാരണങ്ങളുണ്ട് എന്നാണ് ഇതിനെ ചോദ്യം ചെയ്യുന്നവർ പറയുന്നത്. ഒരു മുൻ CPM കോർപ്പറേഷൻ ചെയർമാന്റെ ഭാര്യ അങ്ങനെ കയറി പറ്റിയിട്ടുണ്ട്. KGO എന്ന് പറയുന്ന ഇടത് യൂണിയന്റെ നേതാക്കളാണ് മിക്കവരും തന്നെ ഇങ്ങനെ കയറി പറ്റിയിരിക്കുന്നവർ. എറണാകുളത്ത് ഒരു CPM നേതാവ് റീവാല്യുവേഷൻ വഴി കയറി പറ്റിയതാണ്. ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രേക്ഷകരെ കാണിക്കാം. ആ സമയത്ത് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ KGOയെ പത്തനംതിട്ട ഇട്ട പോസ്റ്റാണ്. പ്രിയ സഖാവിന് അഭിനന്ദനങ്ങൾ. KGOയെ KS പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ KGOയെ അടൂർ ഏരിയ പ്രസിഡന്റ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായ സഖാവ് രജീഷ് ആർനാഥിന് അഭിനന്ദനങ്ങൾ. നോക്കൂ, ഈ KS പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ ആൾ KGO എന്ന് പറയുന്ന CPM യൂണിയന്റെ നേതാവാണ്. 1ാം റാങ്കുകാരൻ. ഒരു ഉളുപ്പുമില്ലാതെ ഇവരിത് ഷെയർ ചെയ്യുകയും ചെയ്തു. ഓർക്കണം, ഇവരൊക്കെ നാളെ IASകാരായി മാറും. ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികയിലേക്ക് പോകും. ഇവർക്കൊക്കെ പ്രിൻസിപ്പൽ സെക്രട്ടറി വരെയായി ഉയരാൻ പറ്റും. ഇങ്ങനെ ഒരു മെറിറ്റിനെ എങ്ങനെയാണ് അട്ടിമറിക്കുന്നത് എന്നതിന് തെളിവ് ഇത് CPMന്റെ രീതിയാണ്. ഉദാഹരണത്തിന്, ഈ ഹോമിയോ മെഡിക്കൽ കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് നിയമനം നടക്കുന്നു. 7 വിവിധ വകുപ്പുകളിൽ 10 പേരെയാണ് തെരഞ്ഞെടുക്കുന്നത്. UGC സ്കെയിലാണ്, വലിയ ശമ്പളമാണ്. അപ്പോൾ ഇത് ആദ്യം വിജ്ഞാപനം ഇറങ്ങിയപ്പോൾ 2 കാര്യം കൃത്യമായി പറഞ്ഞിരുന്നു. അതാത് വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും 8 വർഷത്തെ അധ്യാപന പരിചയവും വേണം. ഇതായിരുന്നു യോഗ്യത. അതിനകത്ത് കൃത്യമായി ഒന്നുകൂടെ പറഞ്ഞിരുന്നു, മറ്റ് സംസ്ഥാനങ്ങളിലാണ് അധ്യാപന പരിചയമെങ്കിൽ ഗവൺമെന്റ് ആശുപത്രികളാവണം. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പഠിപ്പിച്ചാൽ മറ്റ് സംസ്ഥാനത്താണെങ്കിൽ കുഴപ്പമില്ല, സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പറ്റില്ല, കാരണം തട്ടിപ്പ് നടക്കാം. എന്നാൽ ഇവർക്ക് വേണ്ടപ്പെട്ട ചിലരെ തിരികെ കയറ്റാൻ വേണ്ടി ആ നിബന്ധന തിരുത്തിക്കൊണ്ട് PSC ഉത്തരവിറക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിലും സ്വകാര്യ മെഡിക്കൽ കോളേജിൽ മതിയെന്ന്. എന്നിട്ട് ഈ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പലയിടത്തു നിന്നും ചിലർ വ്യാജ സർട്ടിഫിക്കറ്റുകളുമായി വന്ന് ഇവിടെ അസോസിയേറ്റ് പ്രൊഫസർ നിയമനം നേടി. റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവർ പരാതി കൊടുത്തു. KITയിലാണ് പോയത്. KIT അംഗീകരിച്ചില്ല. ഹൈക്കോടതി പോയി. ഹൈക്കോടതി അത് റദ്ദ് ചെയ്തു, നിയമനം റദ്ദ് ചെയ്തു. അപ്പൊ PSC സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി സമ്മതിച്ചില്ല, സ്റ്റേയും ചെയ്തില്ല, അതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു വിട്ടു. ഹൈക്കോടതി വിധി തുടരട്ടെ എന്ന അവസ്ഥ വിട്ടു. പക്ഷേ സുപ്രീം കോടതി വിധിയിൽ ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞ് ഇതുവരെ ആ നിയമനത്തിൽ ഒരു മാറ്റം വരുത്തിയിട്ടില്ല. അതായത് ഹൈക്കോടതിയും സുപ്രീം കോടതിയും പറഞ്ഞിട്ടും അട്ടിമറിയിലൂടെ ഈ അസോസിയേറ്റ് പ്രൊഫസറായി കയറിയവർ ഇപ്പോഴും ജോലി ചെയ്യുകയാണ്. ഇത്തരത്തിൽ മെറിറ്റിനെ മുഴുവൻ അട്ടിമറിക്കുന്ന വലിയ കൊള്ളയാണ് PSC നടന്നത്. അതിന്റെ കാരണം PSC ഭരണഘടനാ പദവി ആയതുകൊണ്ട്
PSCക്കെതിരെ ഒന്നും സംഭവിക്കില്ല എന്ന് തോന്നലായിരുന്നു. എന്നാൽ അങ്ങനെയല്ല. PSC അംഗങ്ങളെ പ്രോസിക്യൂട്ട് ചെയ്യാനോ അവരെ ചോദ്യം ചെയ്യാനോ അവരെ അറസ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല, സത്യമാണ്. എന്നാൽ PSCയിൽ ഒരു അഴിമതി നടന്നാൽ സംസ്ഥാന സർക്കാരിന് നിയമനാധികാരമുള്ളത് കൊണ്ടും സംസ്ഥാന സർക്കാർ ശമ്പളം കൊടുക്കുന്നത് കൊണ്ടും അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കാം. അതാണ് അതിൻ്റെ നിയമപരമായ സാഹചര്യം. ഈ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിയമോപദേശം തേടി വലിയ ഈ PSC അട്ടിമറി അന്വേഷിച്ചിട്ട് അട്ടിമറി നടത്തിയത് ആരാണ്, അവർക്കെതിരെ PSC അംഗങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ കഴിയുമെന്ന് അറിയില്ല. അതിന് നൂലാമാലകളുണ്ട്. പക്ഷേ അട്ടിമറി അന്വേഷിക്കുകയാണ്. മെറിറ്റ് അടിസ്ഥാനത്തിൽ എല്ലാവർക്കും തുല്യ പ്രാധാന്യം കിട്ടാൻ വേണ്ടി ഭരണഘടനാ ശില്പികൾ ഒരുക്കി നൽകിയ ഒരു സൗകര്യത്തെ CPMകാർ എങ്ങനെയാണ് സൗകര്യപൂർവ്വം വ്യഭിചരിച്ച് ഇല്ലാതാക്കിയത് എന്നതിൻ്റെ തെളിവായി മാറുകയാണ് പുറത്തു വരുന്ന PSC അട്ടിമറി കഥകൾ.